നമസ്കാരം സുഹൃത്തുക്കളെ, PSC വിക്കിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC മുഖേന നടത്തുന്ന നിയമനങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒത്തിരി പേർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള നിയമനങ്ങൾക്കാണ് PSC എക്സാം നടത്തുന്നത് എന്നതിനെപ്പറ്റി ഒരു ലിസ്റ്റ് ചോദിക്കാറുണ്ട്. അതുതന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള പ്രേരണയും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വർഷം 110ഓളം വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, സഹകരണ ബാങ്കുകൾ എന്നിവയിലേക്ക് 100 കണക്കിന് തസ്തികകളുണ്ടാവും. അതിലെല്ലാ തസ്തികകളിലും PSC തന്നെയാണ് നിയമനം നടത്തുന്നത്. ഒരു വർഷം ഏകദേശം 25,000 മുതൽ 35,000 വരെ ഉദ്യോഗാർത്ഥികൾക്ക് PSC നിയമനം നടത്താറുണ്ട്. ഓരോ നിയമനവും ഓരോ ഒഴിവുകളും പ്രസിദ്ധപ്പെടുത്തുന്നത് ഒരു ഗസറ്റ് വിജ്ഞാപനം ഉണ്ടാവും. ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ ഏതാണ് പ്രായപരിധിയെന്നും ഏതാണ് വിദ്യാഭ്യാസ യോഗ്യതയെന്നും എന്താണ് ശമ്പള സ്കെയിലെന്നും എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ എന്നും ഒക്കെ ഉണ്ടായിരിക്കും. പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞു. മിക്കവാറും എല്ലാ പരീക്ഷകളുടെയും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. അതുപോലെ ഒരു ഉയർന്ന പ്രായപരിധിയുണ്ട്. മിക്കവാറും എല്ലാ പരീക്ഷകളുടെയും ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സാണ്. പക്ഷേ യൂണിഫോം സർവീസസിലൊരു ചേഞ്ച് ഉണ്ട്. ഈ ഉയർന്ന പ്രായപരിധി 36 വയസ്സെന്ന് പറഞ്ഞതിൽ കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട്. അതായത് പിന്നോക്ക വിഭാഗമാണെങ്കിൽ OBC കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ 3 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടാവും. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് കിട്ടാറുണ്ട്. ലാസ്റ്റ് ഡേറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ എന്ന് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസ യോഗ്യത ഏതാണ്, ഇപ്പോൾ ഡിഗ്രി യോഗ്യതയാണെങ്കിൽ അതിൻ്റെ ഫലം ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് വന്നിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് PSC പറയുന്നത്. മത്സര പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഉയർന്ന തസ്തികയാണെന്നുണ്ടെങ്കിൽ ഈ എഴുത്ത് പരീക്ഷയുടെ കൂടെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. സാധാരണഗതി ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയുടെ മാർക്കിൻ്റെ 20% ആയിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടും ചേർത്തിട്ടായിരിക്കും ഉയർന്ന തസ്തികയുള്ള പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ 1 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി. സാധാരണഗതിയിൽ 3 വർഷം വരെയൊക്കെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. സർക്കാരിന് പ്രത്യേക സാഹചര്യങ്ങളിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാനുള്ള അധികാരമുണ്ട്. എന്നാൽ 4.5 വർഷത്തിൽ കൂടുതൽ നീട്ടാനായിട്ട് തൽക്കാലം വ്യവസ്ഥയൊന്നുമില്ല. വിദ്യാഭ്യാസ യോഗ്യതയും ശമ്പള നിരക്കും അനുസരിച്ചാണ് ഈ ഉയർന്ന തസ്തിക താഴ്ന്ന തസ്തിക എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ഒരേ വിദ്യാഭ്യാസ യോഗ്യതയിൽ ശമ്പളത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട്, അതായത് ഉത്തരവാദിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് തസ്തികയുടെ വലിപ്പ ചെറുപ്പം ഉണ്ടാവാറുണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി യോഗ്യത എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അതേ യോഗ്യത, ഡിഗ്രി യോഗ്യത വെച്ച് തന്നെയാണ് KASഉം ഡെപ്യൂട്ടി കളക്ടറും എഴുതുന്നത്. ഇത് തമ്മിൽ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, എക്സാമിൻ്റെ സിലബസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ട്. ഇനി 10ാം ക്ലാസ്സിന് താഴെ യോഗ്യതയുള്ള കുറച്ച് പരീക്ഷകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് LGS ആണ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പേർക്ക് PSC നിയമനം കൊടുക്കുന്ന 10ാം ക്ലാസ് യോഗ്യത താഴെയുള്ള പരീക്ഷ. ഇതിൽ ചോദിക്കുന്നത് ജനറൽ നോളജും, അതായത് പൊതുവിജ്ഞാനവും ലഘുഗണിതവും, അതായത് സിമ്പിൾ അരിത്തമെറ്റിക്, ഈ 2 കാറ്റഗറിയിൽ നിന്നാണ് ചോദ്യങ്ങളുണ്ടാവുന്നത്. എഴുത്ത് പരീക്ഷ മാത്രമേ ഉണ്ടാവാറുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ വകുപ്പ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പിന്നെ അപ്പെക്സ് സൊസൈറ്റീസ്, ഇതിലെ വിവിധ വകുപ്പുകളിലായിരിക്കും നിയമനങ്ങൾ നടത്തി വരുന്നത്. ഇത് മാത്രമല്ല വേറെ കുറച്ച് തസ്തികകൾ കൂടിയുണ്ട് 10ാം ക്ലാസ്സിന് താഴെ വരുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിക് വർക്കർ എന്ന് പറഞ്ഞിട്ട് പണ്ട് മസ്ദൂർ എന്നാണ് വിളിച്ചിരുന്നത്. ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ, ഫോറസ്റ്റ് വകുപ്പിൽ ഡിപ്പോ വാച്ചർ അല്ലെങ്കിൽ റിസർവ് വാച്ചർ, പിന്നെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഹോസ്റ്റൽ അറ്റൻഡൻറ്റ്, ഗ്രാമ വികസന വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് മാൻ എന്നും വിളിക്കാറുണ്ടായിരുന്നു. മുമ്പത്തെ പേര് വില്ലേജ് മാൻ, ഇപ്പോൾ പുതിയ പേരൊന്നുമില്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ യോഗ്യതകളൊക്കെ തന്നെ 10ാം ക്ലാസ്സിന് താഴെ യോഗ്യതയുള്ള പരീക്ഷകളാണ്. ഇനി 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള കുറച്ച് പരീക്ഷകൾ നോക്കാം. 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരുന്ന പരീക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ യോഗ്യത +2ലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി വരുന്നത് LD ക്ലർക്കാണ്. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, കുറഞ്ഞ തസ്തികകളിൽ ജില്ലാതലത്തിലായിരിക്കും നിയമനങ്ങൾ നടത്തുന്നത്. എക്സാമ്പിൾ LDയുടെ പരീക്ഷ നടക്കുമ്പോൾ എല്ലാ ജില്ലകളും അടിസ്ഥാനമാക്കി പരീക്ഷകൾ നടത്താറുണ്ട്. LGSൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അതുപോലെ ഉയർന്ന തസ്തികകൾ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈസ് മാത്രമായിരിക്കും എക്സാം നടത്തുന്നത്.
അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ KAS എക്സാം നടന്നു, അത് ഒരു സ്റ്റേറ്റ് വൈസ് എക്സാമാണ്. വിവിധ വകുപ്പുകളിലെ LD ക്ലാർക്ക് മാത്രമല്ല ഇങ്ങനെ കുറച്ച് ഓപ്പണിംഗ് കൂടിയുണ്ട്. ഗ്രാമവികസന വകുപ്പിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, തുറമുഖ വകുപ്പിൽ അസിസ്റ്റൻ്റ് പോർട്ട് കൺസർവേറ്റർ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റൻറ്റ്, അച്ചടി വകുപ്പിൽ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ, നീതിന്യായ വകുപ്പിൽ പ്രോസസ് സെർവർ, സാമൂഹ്യ നീതി വകുപ്പിൽ ഫീമെയിൽ മാട്രൺ കെയർ ടേക്കർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അസിസ്റ്റൻ്റ് സെയിൽമാൻ, KSRTCയിൽ റിസർവ് കണ്ടക്ടർ, ഒപ്പം അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ എന്നിങ്ങനെയുള്ള ഓപ്പണിങ്ങുകളാണ് 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള സാധാരണഗതി നടക്കുന്ന പരീക്ഷകൾ. ഇനി വിവിധ സേനകളിലേക്ക് കുറച്ച് എൻട്രി എക്സാമുകളുണ്ട്. അതിൽ നിശ്ചിത ശാരീരിക യോഗ്യതയും ശാരീരിക ക്ഷമതയും പരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നത്. അതിൽ കുറച്ച് എക്സാമിൻ്റെ പേര് പറയാം. പോലീസിലാണെന്നുണ്ടെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ, മുമ്പ് പോലീസ് കോൺസ്റ്റബിൾ എന്നായിരുന്നു പേര്, അത് മെയിലും ഫീമെയിലും ഉണ്ട്. എക്സൈസ് വകുപ്പിലാണെന്നുണ്ടെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ, ഫോറസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതും മെയിലും ഫീമെയിലും ഉണ്ടാവും. അതുപോലെ ജയിൽ വകുപ്പിൽ ജയിൽ മെയിൽ വാർഡനും ഉണ്ടാവും, ഫീമെയിൽ വാർഡനും ഉണ്ടാവും. ഇതൊക്കെയാണ് സേനകളിലേക്കുള്ള എൻട്രി ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ കായികക്ഷമതയും പരീക്ഷിച്ചതിന് ശേഷമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ബിരുദ നിലവാരത്തിലുള്ള പരീക്ഷകൾ സാധാരണഗതിയിൽ സംസ്ഥാനതല പരീക്ഷകളാണ് നടത്തുന്നത്. ഇനി പറയുന്ന കുറച്ച് സർവീസുകളാണ് മെയിനായിട്ട് മിനിസ്ട്രിയൽ ക്ലറിക്കൽ സർവീസിലും ഉള്ളത്. സെക്രട്ടേറിയറ്റ്, PSC മുതലായവയിൽ അസിസ്റ്റൻ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടേറിയറ്റ്, ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ്, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ വകുപ്പുകളിൽ അസിസ്റ്റൻ്റായി നിയമനത്തിന് പൊതുപരീക്ഷയാണ് നടത്തുന്നത്. അതുപോലെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ്, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അതായത് KSRTC, KECB മുതലായവ അസിസ്റ്റൻ്റ് നിയമനത്തിനും പൊതുപരീക്ഷയാണ്. ഇനി പറയുന്നത് ബിരുദ നിലവാരത്തിലുള്ള കുറച്ച് ഉയർന്ന തസ്തികകളെ പറ്റിയാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ അടുത്ത സമയത്ത് നടന്ന KAS എക്സാമാണ്. അതിന് പ്രിലിംസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മെയിൻസ് ഉടനെ നടക്കും എന്നാണ് പ്രതീക്ഷ. ഈ COVID-19 ലോക്ക്ഡൗണൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റേതായ താമസങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും KAS, അതുപോലെ ഡെപ്യൂട്ടി കളക്ടർ, ഇതുപോലുള്ള തസ്തികൾക്ക് ഏതാണോ വകുപ്പ് അതനുസരിച്ച് സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. മിക്കവാറും അത് മുന്നേ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നത് സാധ്യമല്ല. ഗസറ്റ് വരുന്നതിന് കൂടെ ആയിരിക്കും നമുക്ക് സിലബസിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത്. ഈ 2 സർവീസുകൾ മാത്രമല്ല, ഇങ്ങനെ കുറച്ച് സർവീസുകൾ കൂടിയുണ്ട്. ഗ്രാമപഞ്ചായത്ത് വകുപ്പിൽ ബ്ലോക്ക് സെക്രട്ടറി, മുമ്പത്തെ പേര് BDO എന്നാണ്. കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന് തസ്തികയെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്ക് 500 മാർക്കിൻ്റെ എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നഗരകാര്യ വകുപ്പിൽ മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് വകുപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി, നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസിൽ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഫീൽഡ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾ. ഇനി പറയുന്നത് വിവിധ സേനകളിലേക്കുള്ള ഓഫീസർ എൻട്രി പരീക്ഷകളെ പറ്റിയാണ്. പോലീസ് വകുപ്പിൽ കാര്യമായിട്ട് നടക്കുന്നത് സബ് ഇൻസ്പെക്ടർ എക്സാമാണ്. എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ജയിലർ, അഗ്നിശമന സേനയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് ഓഫീസർ റാങ്കിൽ നേരിട്ട് നിയമനം നടത്തുന്നത്. മുമ്പൊരിക്കൽ ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് DYSP തസ്തികകളിലേക്ക് കേരള PSC നേരിട്ട് പരീക്ഷ നടത്തിയിട്ടുമുണ്ട്. ഇതുകൂടാതെ ബിരുദ നിലവാരത്തിലുള്ള മറ്റു കുറച്ച് തസ്തികകൾ. വനം വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ഫിഷറീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ, ക്ഷീരവകുപ്പിൽ ഡയറി ഫാം ഇൻസ്പെക്ടർ, ലീഗൽ മെട്രോളജി വകുപ്പിൽ ഇൻസ്പെക്ടർ, വിവര പൊതുജന സമ്പർക്ക വകുപ്പിൽ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ. ഇതിനൊക്കെ തന്നെ യോഗ്യതകളിൽ ഡിഗ്രിയോടൊപ്പം ചില മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ സയൻസ് മാത്രം വിഷയം ചോദിക്കാറുണ്ട്, ചിലപ്പോൾ പത്രപ്രവർത്തന പരിചയം ചോദിക്കാറുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഇനി നിയമ ബിരുദമുള്ളവർക്ക് കുറച്ച് തസ്തികകൾ കൂടിയുണ്ട്. അതിൻ്റെ ലിസ്റ്റ്: ലോ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റ് ലോ ഓഫീസർ,
മുമ്പ് ലീഗൽ അസിസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലേബർ വകുപ്പിൽ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ, ആഭ്യന്തര വകുപ്പിൽ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, വാണിജ്യ നികുതി വകുപ്പിൽ സെയിൽസ് ടാക്സ് ഓഫീസർ എന്നീ തസ്തികകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണഗതിയിൽ PSC നടത്തി വരുന്ന സ്ഥിരം എക്സാമുകൾ. ഇതുകൂടാതെ ഒത്തിരി എക്സാമുകൾ PSC നടത്തുന്നുണ്ട്. HS അസിസ്റ്റൻ്റ്, UP അസിസ്റ്റൻ്റ്, പല വകുപ്പുകളിലെയും ചെയർമാൻ, ഡയറക്ടർ അതുപോലെയുള്ള പോസ്റ്റുകൾ, ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്ന പോസ്റ്റുകൾ, അങ്ങനെ നിരവധി പോസ്റ്റുകൾ. എന്നാൽ ഈ വീഡിയോ പറഞ്ഞ കുറച്ച് പോസ്റ്റുകളാണ് സ്ഥിരമായി ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകൾ. ഈ വീഡിയോയുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അറിയട്ടെ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.